തമിഴ് മാസമായ പങ്കുനിയിൽ, അതായത് മീനമാസത്തിൽ പൗർണമി തിഥിയും ഉത്രം നക്ഷത്രവും ഒന്നു ചേർന്ന് വരുന്ന പ്രത്യേക ദിവസമാണ് പൈങ്കുനി ഉത്രം അഥവാ പങ്കുനി ഉത്രം എന്നറിയപ്പെടുന്നത്. തമിഴ് വർഷത്തിലെ 12ാമത്തെ മാസവും 12ാമത്തെ നക്ഷത്രമായ ഉത്രം നക്ഷത്രവും ഒന്നു ചേരുന്ന ദിവസം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഒട്ടേറെ ദൈവിക വിവാഹങ്ങൾ നടന്ന ദിവസമായാണ് പങ്കുനി ഉത്രം കരുതുന്നത്. ശിവപാർവതി വിവാഹം, മഹാവിഷ്ണു മഹാലക്ഷ്മി വിവാഹം, മുരുകൻ ദേവസേന വിവാഹം, ശ്രീരാമൻ സീതാ വിവാഹം, ഇന്ദ്രൻ ഇന്ദ്രാണി വിവാഹം എന്നിങ്ങനെ ദൈവിക വിവാഹങ്ങൾ കൂടാതെ അയ്യപ്പൻ അവതരിച്ച ദിനം കൂടിയാണ് പങ്കുനി ഉത്രം. തമിഴ്നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളിലും കേരളത്തിൽ പ്രത്യേകിച്ച് ശാസ്താ ക്ഷേത്രങ്ങളിലും പൈങ്കുനി ഉത്രം വിപുലമായി ആഘോഷിക്കാറുണ്ട്. പല ക്ഷേത്രങ്ങളിലും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഉത്സവം കൂടിയാണിത്. നിരവധി ക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം ദേവീ ദേവന്മാർക്ക് തിരുക്കല്യാണ മഹോത്സവം നടത്താറുണ്ട്. ഇതുകൂടാതെ മുരുകക്ഷേത്രങ്ങളിൽ ഭക്തർ കാവടിയെടുക്കുന്ന പതിവുമുണ്ട്. ജീവിതത്തിൽ അഭിവൃദ്ധി, പുതിയ തുടക്കങ്ങൾ, മനസ്സിനിണങ്ങിയ വിവാഹം എന്നിവയ്ക്കായി ഭക്തർ പങ്കുനി ഉത്രവ്രതം ആചരിക്കാറുണ്ട്. 1-4-2026 ഈ വർഷത്തെ പങ്കുനി ഉത്രം ആചരിക്കുന്നത്.